വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്ക് മേസണറി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ബ്രിക്ക് മേസണറി വരുന്നത്. അപ്പോൾ ബ്രിക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ബ്രിക്ക് മേസണറി കുറച്ചുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ നമുക്ക് ബ്രിക്ക് മേസണറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് മേസണറി എന്നാണ് അറിയേണ്ടത്. മേസണറി എന്ന് പറയുന്ന ഒരു ആർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ഈ ബിൽഡിംഗ് യൂണിറ്റ്സും മോട്ടാറും വെച്ച് നമ്മൾ ബോണ്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഓഫ് കൺസ്ട്രക്ഷനെയാണ് നമ്മൾ മേസണറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It may be defined as an art of construction in which building units are bonded together with mortar. That is masonry. ഇനി അത് ബ്രിക്ക് വെച്ച് ചെയ്താൽ ബ്രിക്ക് മേസണറി ആവും, സ്റ്റോൺ വെച്ച് ചെയ്താൽ സ്റ്റോൺ മേസണറി. ഇനി ബ്രിക്ക് മേസണറിയിലെ കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഹെഡർ ആണ്. ഇതിൽ ഈ ഒരു ഫിഗർ നോക്കുക. ഫിഗർ നോക്കുമ്പോൾ തന്നെ 3 ടേംസ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ ഒരെണ്ണമായിട്ടല്ല 3 അപ്പോൾ ഹെഡർ എന്ന് പറയുന്നത് ഈ ഒരു വിഡ്ത്ത് വൈസ് ഉള്ള പോർഷനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ലെങ്ത് വൈസ് ഉള്ള പോർഷനെ നമ്മൾ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൽ വേറൊരു ടേം കൂടെ എഴുതിയിട്ടുണ്ട്, ഫ്രോഗ്. ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിപ്രഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഹെഡർ തന്നെയാണ്. ഹെഡർ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ടസ്റ്റ് ഫേസ് ആണ് വരുന്നത്, ഇല്ലേ? ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഫേസ് ഓഫ് ബ്രിക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് നോക്കിക്കുക. ലെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഓഫ് വാളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇഫ് ദി ലെങ്ത് ഓഫ് ബ്രിക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഫേസ് ഓഫ് വാൾ ഇറ്റ് ഈസ് കോൾഡ് ഹെഡർ. ഓക്കെ, ഇനി ഹെഡറിന്റെ മെഷർമെന്റ് നമുക്കൊന്ന് നോക്കാം. 9 × 9 അല്ലേ വരുന്നത്. 9 സെന്റിമീറ്റർ × 9 സെന്റിമീറ്റർ ആണ് ഹെഡറിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഹെഡറിൽ പറയാനുള്ള. അടുത്ത് പറയുന്നത് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ലോങ്ങസ്റ്റ് ഫേസ് ആണ്. അതുപോലെ നമ്മൾ ഫേസ് ഓഫ് വാളിന് നോക്കുമ്പോൾ അത് പാരലൽ ബേസിസിലാണ് വരുന്നത്. വാളിന്റെ ഫേസിന് വെച്ച് നോക്കുന്ന സമയത്ത് അത് പാരലൽ ആയിരിക്കും വരുന്നത്. അതുപോലെ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 90 × 9 സെന്റിമീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് ടേം ഫ്രോഗ് ആണ് വരുന്നത്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഈ ഡിപ്രഷനെയാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. പൊതുവെ ഇത് മോട്ടാർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും ഫ്രോക്സ് കൊടുക്കുന്നത്. അതിലുപരി ഫ്രോക്സ് എന്ന് പറയുമ്പോൾ കമ്പനി നെയിംസ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഫ്രോക്സിൽ. അതുപോലെ ഈ ഒരു ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു 10 to 20 സെന്റിമീറ്റർ ഡെപ്തിലാണ് വരുന്നത്. ഓക്കെ, 20 mm ആണേ. 10 to 20 mm ഡെപ്തിലായിരിക്കും ഈ ഫ്രോഗിന്റെ ഡിപ്രഷൻസ് ഉണ്ടാവുക. മെയിനായിട്ട് ഇതൊരു കീ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. വെച്ചാൽ മോട്ടാറിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം കോൾസ് ആണ്. ഇപ്പോൾ കോൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി യൂണിറ്റിനെയാണ് കോൾസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു കോഴ്സാണ്, ഇത് രണ്ടാമത്തെ കോഴ്സ്, മൂന്നാമത്തെ, അങ്ങനെ. അപ്പോൾ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി യൂണിറ്റ്സിനെയാണ് കോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ബെഡ് ആണ്. ബെഡ് ഇതിൽ തന്നെ പറയാം. ഇപ്പോൾ ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അണ്ടർ സർഫസ് അല്ലെങ്കിൽ ലോവർ സർഫസിൽ, ഒരു ബ്രിക്കിന്റെ ലോവർ സർഫസ്, അതാണ് ഉദ്ദേശിക്കുന്നത് ബെഡ് എന്ന്. ഇറ്റ് ഈസ് ദ ലോവർ സർഫസ് ഓഫ് ബ്രിക്ക് ഓർ സ്റ്റോൺ ഇൻ ഈച്ച് കോഴ്സ്. ഓക്കെ, അടുത്ത് പറയുന്ന അറൈസ്. അറൈസ് അല്ലെങ്കിൽ അറൈസസ്. ഓക്കെ, അറൈസ് അല്ലെങ്കിൽ അറൈസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു എഡ്ജ് ഇന്റർസെക്ഷൻ വരുന്നില്ലേ, അതിനെയാണ് അറൈസ് എന്ന് പറയുന്നത്. എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് എ പ്ലെയിൻ സർഫസ് ഓഫ് എ ബ്രിക്ക്, ദാറ്റ്സ് നോൺ ആസ് അറൈസ്. അടുത്ത് പറയുന്ന ബെഡ് ജോയിന്റ് ആണ്. ബെഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം, ഈ കാണുന്നതിനാണ് നമ്മൾ ബെഡ് ജോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോട്ടാർ അപ്പോൺ വിച്ച് ദി ബ്രിക്സ് ആർ ലൈഡ്, ദാറ്റ് ഇസ് നോൺ ആസ് ബെഡ് ജോയിന്റ്. നെക്സ്റ്റ് ടേം പെർപെൻസ് ആണ്. പെർപെൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു വേർട്ടിക്കൽ ലൈൻ. ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഇമാജിനറി ആയിട്ടുള്ള വേർട്ടിക്കൽ ലൈനെയാണ് എന്തെന്ന് പറയുന്നത്. ഇത് വെർട്ടിക്കൽ ലൈനെയാണ് പെർപെൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് വെർട്ടിക്കൽ ജോയിൻസ് കണക്റ്റഡ് ആയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർപെൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ആയിട്ട് വെർട്ടിക്കൽ ജോയിൻസ് വരത്തക്ക രീതിയിലാണ് നമ്മൾ പെർപെൻസ് കൊടുക്കുന്നത്. ഒരു ഇമാജിനറി ലൈനാണ്. വെച്ചാൽ ആൾട്ടർനേറ്റ് വരുന്ന ജോയിൻസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പെർപെൻസിനെ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇമാജിനറി വെർട്ടിക്കൽ ലൈൻ ജോയിനിങ് ആൾട്ടർനേറ്റ് വെർട്ടിക്കൽ ജോയിൻസ്, ദാറ്റ് ഈസ് പെർപെൻസ്. അടുത്ത് പറയുന്ന ലാപ്പാണ്. ഈ ലാപ്പും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ ജോയിൻസിനിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ 2 വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഒരു കോഴ്സിന്റെ തന്നെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ജോയിന്റ് ആണെങ്കിൽ അടുത്തെടുക്കുന്ന ഈ കോഴ്സിലുള്ള ജോയിന്റ് ആയിരിക്കും. അപ്പം ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബോത്ത് ദി വെർട്ടിക്കൽ ജോയിന്റ് ഇൻ സക്സസീവ് കോഴ്സസ്.
യൂഷ്വലി 1/4 ഓഫ് ലെങ്ത് ഓഫ് ബ്രിക്ക് ആണ്. നമ്മുടെ ഒരു ബ്രിക്കിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതിന്റെ 1/4 ആണ് ലാപ്പിന്റെ ലെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് പെർപ്പൻസിന്റെ ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാപ്പിനെ. അപ്പം ലാപ്പുമായി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോസേഴ്സ് ആണ്. ക്ലോസേഴ്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ വെർട്ടിക്കൽ ജോയിന്റിന്റെ കാര്യം പറഞ്ഞു. ഈ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒന്നും അടുത്തടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ക്ലോസർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബ്രിക്കിന് കട്ട് ചെയ്യുന്ന രീതിയാണ്. ഇഫ് എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ലോങ് ഫേസ് റിമെയിൻസ് അൺകട്ട്, ഇറ്റ് ഈസ് കോൾഡ് ക്ലോസർ. ഇതാണ് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയത്. ഒരു ഫുൾ ബ്രിക്ക് ഉണ്ട്, അതിന് ലെങ്ത് വൈസ് നമ്മൾ ഈക്വലി കട്ട് ചെയ്തേക്കുവാണ്. സോ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെയാണ് ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നതിനെ ക്ലോസർ എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ട് ഹാഫ് ലെങ്ത് വൈസ് കറക്റ്റ് ഹാഫ്ലി കട്ട് കുറച്ച് പോർഷൻസ് കറക്റ്റ് പകുതി വെച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് പോയേക്കുന്നത്. ബ്രിക്ക് കറക്റ്റ് ആ ലെങ്ത് വൈസ് രണ്ട് പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യൂൺ ക്ലോസർ എന്ന് പറയുന്നത്. ഫിഗർ ഒന്ന് നോക്കാം, അതിനെയാണ് നമ്മൾ ക്യൂൺ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നതാണ് കിങ് ക്ലോസർ. കിങ് ക്ലോസർ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ഫിഗർ ഒക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് കറക്റ്റ് ആവും. ഈ ഫിഗറാണ് ഉദ്ദേശിക്കുന്നത്. കിങ് ക്ലോസർ, ബിവൽഡ്, മിട്രഡ്, അതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ പീസായിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ലെങ്തിൻ്റെ സെൻറ്ററിൽ നിന്നും അതുപോലെ വിട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ട്രയാങ്കിൾ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ബിവൽഡ് നോക്കാം. കിങ് ക്ലോസർ പോലെ തന്നെയാണ് ബിവൽഡ് ഇരിക്കുന്നത്. പക്ഷെ എന്താണ് വ്യത്യാസം? ലെങ്തിൻ്റെ ഹാഫ് അല്ല കട്ട് ചെയ്യുന്നത്, ലെങ്തിൻ്റെ ഫുൾ ലെങ്തിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിവൽഡ് ക്ലോസർ. ഇനി മിട്രഡ് ക്ലോസർ നോക്കാം. മിട്രഡ് ക്ലോസർ എന്ന് വെച്ചാൽ ഏത് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ലെങ്തോ വിട്ടോ അല്ല അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്, ആംഗിൾ ബേസിസിലാണ്. ആ ഒരു സ്പ്ലൈഡ് ഫോമിൽ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് മിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത്. പൊതുവേ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ടു 60 ഡിഗ്രിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 4 ടൈപ്പ് ക്ലോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസേഴ്സ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ബാറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ബാറ്റ്. ഇതിൽ ഈ ബാറ്റിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഹാഫ് ബാറ്റ് ആണ്. പിന്നെയുള്ളത് 3/4 ബാറ്റ്, ബിവൽഡ് ബാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ക്ലോസർ എന്ന് പറയുമ്പോൾ ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ന് പറയുമ്പോൾ ലെങ്ത്തിന് എക്രോസ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വിത്ത് വൈസ് കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് അക്രോസ് ദി ലെങ്ത്. ശ്രദ്ധിക്കുക, എലോങ് ദി ലെങ്ത് അല്ല, ബാറ്റ് എന്ന് പറയുമ്പോൾ അക്രോസ് ദി ലെങ്ത് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് എലോങ് വിത്ത് എന്ന് വേണമെങ്കിലും പറയാം. എലോങ് വിത്ത് അതും എന്ത് തന്നെയാണ്? ബാറ്റ് ആണ്. ഇനി ഈ ബാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ കറക്റ്റായിട്ട് ഹാഫ്ലി കട്ട് ചെയ്ത് അതിനെ ഹാഫ് ബാറ്റ് എന്ന് പറയും. 3/4 കട്ട് ചെയ്ത് 3/4 ബാറ്റ്. അതല്ല, ഒരു ആംഗിൾ ബേസിസിൽ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിവൽഡ് ബാറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ മാത്രം മതി. നെക്സ്റ്റ് ടേം ടൂത്തിങ് ആണ്. ടൂത്തിങ്ങും റേക്കിംഗ് ബാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ബോണ്ടിന് വേണ്ടി, ഫ്യൂച്ചർ ബോണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ദിവസത്തെ വർക്ക് തീർന്നു, അടുത്ത ദിവസം വീണ്ടും വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നൊരു ലെവലുണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബ്രിക്ക് ലേ ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ലെയേഴ്സിൽ ബ്രിക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുന്നത്. അതേസമയം സ്റ്റെപ്ഡ് മാനറിലാണെങ്കിൽ അതിനെ നമ്മൾ റേക്കിംഗ് ബാക്ക് അല്ലെങ്കിൽ സ്റ്റോപ്ഡ് എൻഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടൂത്തിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലിവിങ് ബ്രിക്ക് ഓർ സ്റ്റോൺ പ്രൊജക്റ്റിംഗ് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഫോർ ഗെറ്റിംഗ് ഫ്യൂച്ചർ ബോണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ടൂത്തിങ് നമ്മൾ സ്റ്റോൺ മേസണറിയിൽ അങ്ങനെ കൊടുക്കാറില്ല. അടുത്ത റേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് അൺഫിനിഷ്ഡ് വർക്ക് ഇൻ എ സ്റ്റെപ്ഡ് മാനർ. ഇറ്റ്സ് കോൾഡ് റേക്കിംഗ് ബാക്ക്. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ട ഒരു 2 ടേം, എന്താണ് കോയിൻ, എന്താണ് സ്ക്വിൻ കോയിൻ. കോയിൻ എന്ന് പറയുന്നത് നമ്മുടെ കോർണർ പോർഷനിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോർഷനിൽ കൊടുക്കുന്ന ബ്രിക്സിനെയാണ് നമ്മൾ പൊതുവെ കോയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോർണേഴ്സ് ഓഫ് വാൾസിൽ കൊടുക്കുന്നതിനെയാണ് കോയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ കോർണേഴ്സ് ഈസ് റൈറ്റ് ആംഗിൾസ് ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ കോയിൻ. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ബേസിസിലാണ് പറയുന്നത്, അതിന് നമുക്ക് എന്ത് പറയാം? റൈറ്റ് ആംഗിൾ കോയിൻ എന്ന് പറയാം. ഇനി ഒന്ന് നോക്കിക്കേ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് എന്തല്ല, നമ്മുടെ റൈറ്റ് ആംഗിൾസ് അല്ല വരുന്നത്. റൈറ്റ് ആംഗിൾസ് അല്ല വരുന്നതെങ്കിൽ അതിനെ നമുക്ക്
സ്ക്വൻ കോയിൻ എന്ന് പറയാം. ഇത് അക്യൂട്ട് ആംഗിളിലോ ഒബ്റ്റ്യൂസ് ആംഗിളിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. കൂടുതലും ഈ ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ക്വിൻ കോയിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ടേമെങ്കിലും ബ്രിക്ക് മേസണറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ടിലോട്ടാണ് പോകുന്നത്. ബ്രിക്ക് മേസണറിയിലെ ബോണ്ട്സ് ആണ്. അപ്പോൾ എന്തൊക്കെ ബോണ്ട് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ ബോണ്ടാണ്. സ്ട്രക്ചർ ബോണ്ടാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഈ പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുമ്പം ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ലെങ്ത് ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് വാൾ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകത ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ സ്ട്രക്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഹാഫ് ബ്രിക്ക് തിക്കിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ ബോണ്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. പൊതുവേ നമ്മളിത് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് വാൾ, പാർട്ടീഷൻ വാൾസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കുക, ഹാഫ് ബ്രിക്ക് വാളിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തിക്കർ വാൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്ട്രക്ചർ ബോണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വേർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത് ഹാഫ് ബാറ്റ് ആണ്. അപ്പോൾ ഹാഫ് ബാറ്റ്സ് ആണ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർണർ പോർഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻസിൽ കൊടുക്കുന്നത്. അടുത്ത് പറയുന്ന ഹെഡർ ബോണ്ടാണ്. ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പം ഇതിൽ ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നത് ഫേസ് ഓഫ് വാൾസിന് ഹെഡേഴ്സ് ടുവേർഡ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഹെഡേഴ്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം നമ്മൾ സ്ട്രക്ചർ ബോണ്ടിൽ പറഞ്ഞു സ്ട്രക്ചേഴ്സ് മാത്രം വെച്ചിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഹെഡറിലെന്ന് പറയുമ്പോൾ ഹെഡേഴ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഹെഡർ ബോണ്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഹാഫ് ബാറ്റ് ആണ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെഡറിലെന്ന് പറഞ്ഞാൽ 3/4 ബാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ലോഡ് ബിയറിംഗ് വാൾസിലൊന്നും ഒരിക്കലും നമുക്ക് ഈ ഹെഡർ ബോണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഹെഡർ വാൾസ് യൂസ് ചെയ്യാം. പക്ഷേ ഈ വാൾസ് ബേസ് ചെയ്ത് കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ലാറ്ററൽ പ്രഷർ ത്രസ്റ്റ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസിലൊന്നും നമുക്ക് ഈ ഒരു ഹെഡർ കോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പൊതുവേ നമ്മൾ ഹെഡർ കോഴ്സസ് ഈ കർവ്ഡ് വാൾസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെഡർ കോഴ്സിൽ പറയാനുള്ള. അടുത്ത് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതാണെന്നൊക്കെ സ്ഥിരം PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ് വരുന്നത്. അതും ഒരു ഹാഫ് തിക്കിലൊക്കെയാണ് വരുന്നത്. സോ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്, അത് സ്ഥിരമുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഇതിലെന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും ആയിട്ടാണ് ഇംഗ്ലീഷ് ബോണ്ട് വരുന്നത്. ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും എന്ന് വെച്ചാൽ ഒരു കോഴ്സ് ഹെഡർ ആയിരിക്കും, കംപ്ലീറ്റ് ഹെഡർ ആയിരിക്കും. അടുത്ത കോഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസറാണ് കൊടുക്കുന്നത്. അതും ക്യൂൻ ക്ലോസർ വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യൂൻ ക്ലോസർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏത് മോഡ് ഓഫ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് യൂസ് ചെയ്യാം, കാരണം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അടുത്ത് പറയുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പം സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും ഒരേ കോഴ്സിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു ഹെഡർ ആക്കി, ഇപ്പോൾ ആദ്യത്തെ കോഴ്സിൽ ഒരു ഹെഡർ, പിന്നെ അവിടെ സ്ട്രക്ചർ, വീണ്ടും ഹെഡർ, വീണ്ടും സ്ട്രക്ചർ, ഈ ഒരു ഫോമിലോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പം 2 ടൈപ്പിൽ തന്നെയുണ്ട് ഫ്ലെമിഷ് ബോണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. അതുപോലെ ഈ ഫ്ലെമിഷ് ബോണ്ട് അത്ര സ്ട്രോങ് ഒന്നുമല്ല, പക്ഷേ എങ്കിലും നമ്മൾ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് മീൻസ് ആർക്കിടെക്ചറൽ ബേസിസിലൊക്കെയാണ് അല്ലെങ്കിൽ അപ്പിയറൻസ് ബേസൊക്കെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് കൂടുതലും കൊടുക്കുന്നത്. ഇനി എന്താണ് സിംഗിൾ ഫ്ലെമിഷ്, എന്താണ് ഡബിൾ ഫ്ലെമിഷ് എന്ന് നോക്കാം. സിംഗിൾ ഫ്ലെമിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എലിവേഷൻ എടുക്കുകയാണെങ്കിൽ ഫേസ് എലിവേഷൻ എന്ന് പറയുന്നത് ഫ്ലെമിഷ് ബോണ്ടായിരിക്കും. അടുത്ത് ബാക്ക് എലിവേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിന് 1.5 തിക്നെസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെയും ഇനി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വേറെ രീതിയിൽ ഇടാം. ഫ്ലെമിഷ് ബോണ്ടിൻ്റെയും ഇംഗ്ലീഷ് ബോണ്ടിൻ്റെയും കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. ഫേസ് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ രണ്ടും ഫ്ലെമിഷ് ബോണ്ടാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 ബ്രിക്ക് തിക്കിലാണ് വരുന്നത്. അപ്പോൾ എസ്തെറ്റിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്.
അപ്പോൾ ഇത്രയാണ് ഫ്ലെമിഷ് ബോണ്ടിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക, സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും ലേ ചെയ്യുന്നത് സെയിം കോഴ്സിലായിരിക്കും. അതുപോലെ ഫ്ലെമിഷ് ബോണ്ട് 1.5 ആണ് മിനിമം തിക്നെസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് പറഞ്ഞു, സിംഗിൾ ഫ്ലെമിഷും ഡബിൾ ഫ്ലെമിഷും. സിംഗിൾ ഫ്ലെമിഷിൽ ബാക്ക് എലിവേഷൻ ഇംഗ്ലീഷ് ബോണ്ടും ഫ്രണ്ട് എലിവേഷൻ ഫ്ലെമിഷ് ബോണ്ടും ആണ്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ വരുന്ന 1.5 തിക്നെസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതലാവും. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് വെച്ചാൽ 1 ബ്രിക്ക് തിക്കിലാണ് വരുന്നത്. ബേക്ക് ആയാലും ഫേസ് ആയാലും ഫ്ലെമിഷ് ബോണ്ട് ആണ് വരുന്നത്. എസ്തെറ്റിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഡബിൾ ഫ്ലെമിഷ് കൊടുക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഈ പഠിച്ച ഫ്ലെമിഷ്, കോമൺ ആയിട്ട് പഠിച്ച ഫ്ലെമിഷും സിംഗിളും ഡബിളും നോക്കുകയാണെങ്കിൽ ഡബിളാണ് നമ്മൾ എസ്തെറ്റിക്കലി അപ്പിയറൻസിന് വേണ്ടിയിട്ട് കൂടുതലും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അടുത്ത് പറയുന്നത് ഗാർഡൻ വാൾ ബോണ്ടാണ്. ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് വാള്, ഗാർഡൻ വാള്, ബൗണ്ടറി വാള് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡൻ വാൾ ബോണ്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ട് നമ്മൾ പഠിച്ചില്ലേ, ആ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഗാർഡൻ വാൾ ബോണ്ടിന് പറയുമ്പം അതിൻ്റെ ഹൈറ്റ്, ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ ഹൈറ്റ് ഒരിക്കലും 2 മീറ്ററിനേക്കാളും കൂടാൻ പാടില്ല. ഹൈറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 2 മീറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 1 ബ്രിക്ക് തിക്ക് വാളിലാണ് വരുന്നത്. 1 ബ്രിക്ക് തിക്ക് വാൾ. ഇതും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് നോക്കാം. ഇതിനെ തന്നെ ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൽ എന്താണ് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, ഒരു ഹെഡർ കോഴ്സ് കാണും. ആ ഒരു ഹെഡർ കോഴ്സ് അതിന് വേണ്ടിയിട്ട് 3 അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഹെഡർ, ഞാനിതിൽ വെർട്ടിക്കൽ ജോയിൻസ് ഒന്നും കട്ട് ചെയ്യുന്ന രീതിയിലല്ല കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഒരു ഹെഡർ വരച്ചു. സോ ഒരു ഹെഡർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബാക്കി എങ്ങനെയാണ്, ബാക്കി സ്ട്രെച്ചർ ഇങ്ങനെയല്ല വരുന്നത്. ഇതിൽ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3/4 ബാറ്റ് ഏതെങ്കിലും നമ്മൾ കോർണേഴ്സ് ബേസിസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ. ഇത് ഹെഡർ സ്ട്രക്ചറാണ്. അപ്പോൾ അതെങ്ങനെ, എത്ര സ്ട്രക്ചറാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? 3 അല്ലെങ്കിൽ 5 ലെയർ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യും. എടുത്ത് പറയുന്നു ഇങ്ങനെയല്ല ഫിഗർ വരുന്നത്, കാരണം നമ്മൾ വേർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോർണർ പോർഷൻസിൽ ക്യൂൻ ക്ലോസർ കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹെഡർ കോഴ്സിന് 3 അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സസ് വരുവാണെങ്കിൽ അതിനെയാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അതും ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഇവിടെ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആരെന്ന് പറഞ്ഞു? ക്യൂൻ ക്ലോസർ ആണ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അടുത്ത് പറഞ്ഞത് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടാണ്. അപ്പോൾ ഫ്ലെമിഷ് ബോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഫ്ലെമിഷ് ബോണ്ട്? ഒരു കോഴ്സിൽ തന്നെ ഹെഡറും അതുപോലെ തന്നെ സ്ട്രക്ചറും വരുവാണെങ്കിൽ അതിനെയാണ് ഫ്ലെമിഷ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെയും വരുമ്പോൾ ഒരു കോഴ്സിൽ തന്നെ, ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഹെഡറിന് 3 സ്ട്രക്ചർ കോഴ്സസ് അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സസ് ഒക്കെ വരുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെഡറിന്, ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡറിന് 3 സ്ട്രക്ചറോ 5 സ്ട്രക്ചറോ ഒക്കെ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന് വേറെ 2 പേരുകൂടെ ഉണ്ട്, അത് പ്രീവിയസ് ചോദിച്ചിട്ടുമുണ്ട്. ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ മറ്റു പേര് അല്ലെങ്കിൽ അതർ നെയിംസ് സ്കോച്ച് ബോണ്ട്, സക്സസ് ബോണ്ടാണ്. സ്കോച്ച് ബോണ്ട്, സക്സസ് ബോണ്ട്. അതുപോലെ ഇതിൽ വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 3/4 ബാറ്റാണ്. 3/4 ബാറ്റാണ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അടുത്ത ബോണ്ട് മോങ്ക് ബോണ്ട്. മോങ്ക് ബോണ്ട് എന്ന് പറയുമ്പം ഓരോ കോഴ്സ് എടുത്താലും അതിന് ഒരു ഹെഡറിന് 2 സ്ട്രക്ചർ. ഓക്കെ, ഒരു ഹെഡറിന് 2 സ്ട്രക്ചർ എന്നുള്ള ഫോം. ഇഫ് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 ഹെഡർ ടു 2 സ്ട്രക്ചേഴ്സ്. 2 സ്ട്രക്ചർ, ഒരു ഹെഡറിന് 2 സ്ട്രക്ചേഴ്സ് ഉണ്ട് എങ്കിൽ, ഒരു ഹെഡർ കാണും, അതിന് വീണ്ടും 2 സ്ട്രക്ചർ, വീണ്ടും ഒരു ഹെഡർ 2 സ്ട്രക്ചർ, ഈ ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ, നമ്മുടെ കോഴ്സ് ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, പ്രീവിയസ് ചോദിച്ചിട്ടും ഒക്കെ ഉണ്ട്. അടുത്ത് പറയുന്ന റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ട് എന്ന് പറയുമ്പോൾ വളരെ തിക്കായിട്ട് വോൾസ് നമുക്ക് വേണമെങ്കിൽ, വെരി തിക്ക് വോൾ, ഓക്കെ, എന്നുവെച്ചാൽ തിക്നെസ് കൂടുതലായിട്ടുള്ള വോൾസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റേക്കിംഗ് ബോണ്ട് കൊടുക്കാവുന്നതാണ്. അതിൽ നമ്പർ ഓഫ് ഹെഡേഴ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ലോങ്ജിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ബേസിൽ സ്ട്രെങ്ത് വളരെ വീക്കായിരിക്കും ഈ റേക്കിംഗ് ബോണ്ടിന്. ഈ റേക്കിംഗ് ബോണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്ന ഹെറിംഗ് ബോണ്ട് ബോണ്ടാണ്. ഹെറിംഗ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 45 ഡിഗ്രിയിലായിരിക്കും ഇവിടെ ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ നിന്ന് 2 ഡയറക്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഹെറിംഗ് ബോണ്ട് വരുന്നത്. പേവിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത്.
അടുത്തത് ഡയഗണൽ ബോണ്ടാണ്. ഡയഗണൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ ബോണ്ട് ഡയഗണലി എന്ന് വെച്ചാൽ ഒരു 45 ഡിഗ്രിയിൽ തന്നെയായിരിക്കും ഡയഗണൽ ബോണ്ടും ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ബോത്ത് ഡയറക്ഷൻ എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സിംഗിൾ ഡയറക്ഷൻ ആയിട്ട് എടുത്താൽ മതി. അതുപോലെ നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്ന ഹെവി വാൾസിൻ്റെ ഫൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് സിക്സാക് ബോണ്ടാണ്. സിക്സാക് ബോണ്ട് എന്ന് പറയുമ്പോൾ സിക്സാക് മാനറിലായിരിക്കും നമ്മുടെ ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നത്. പേവിങ്ങിന് ബ്രിക്ക് ഫ്ലോർ പേവിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സിക്സാക് ബോണ്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും റേക്കിംഗ് ബോണ്ടിൽ വരുന്നതാണ്. വളരെയധികം തിക്നെസ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ബോണ്ട്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ബോണ്ട്സിൻ്റെ ഫിഗേഴ്സ്. ഹെറിംഗ് ബോണ്ട് നോക്കിക്കേ. ഹെറിംഗ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രലിൽ നിന്ന് 2 ഡയറക്ഷൻസിലാണ് വരുന്നത്. അതാണ് ഹെറിംഗ് ബോണ്ട്. അതും 45 ഡിഗ്രി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഡയഗണൽ ബോണ്ട് നോക്കിക്കേ, സിംഗിൾ ഡയറക്ഷനിലല്ലേ, 45 ഡിഗ്രി ഇൻക്ലിനേഷൻ തന്നെയാണ്, പക്ഷേ സിംഗിൾ ഡയറക്ഷനിലാണ് വരുന്നത്. സിക്സാക് എന്ന് പറയുമ്പോൾ ആ ഒരു സിക്സാക് മാനറിലായിരിക്കും ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നത്. പെർട്ടിക്കുലർ ഡയറക്ഷൻസ് ഒന്നും അങ്ങനെയൊന്നുമില്ല, ഒരു സിക്സാക് മാനറിലായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, ബ്രിക്ക് ലേ ചെയ്തിരിക്കുന്നതാണ് സിക്സാക് ബ്രിക്ക് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡച്ച് ബോണ്ടാണ്. ഡച്ച് ബോണ്ടിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഈ ഡച്ച് ബോണ്ടിലെന്ന് പറയുമ്പോൾ ജംഗ്ഷൻസിൽ പൊതുവെ സ്ട്രോങ്ങർ ആയിട്ട് വരുന്ന ടൈപ്പാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും തന്നെയാണ് വരുന്നത്. കാരണം എന്താണ്, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ മോഡിഫൈഡ് ഫോം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ ഡച്ച് ബോണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 ബാറ്റും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹാഫ് ബാറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു പേര്, അതർ നെയിം സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ടാണ്. സെൻറ്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട് ഇതിലും ഇംഗ്ലീഷ് ബോണ്ട് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കോഴ്സസിലും സ്ട്രക്ചർ കോഴ്സസിന് മുന്നേ നമ്മളവിടെ ഒരു ഹെഡർ പ്ലേസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ക്വൈൻ സ്ട്രക്ചേഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ എല്ലാ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് സ്ട്രക്ചർ കോഴ്സസിലും ക്യൂൻ സ്ട്രക്ചറിന് ശേഷം, ക്യൂൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കോർണറിൽ കൊടുക്കുന്നതിനാണ് ക്യൂൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യൂൻ ഹെഡർ എന്നൊക്കെ പറയുന്നത്. ക്വൈൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് കോർണേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ കോർണേഴ്സിൽ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചർ അതിനുശേഷം നമ്മളൊരു ഹെഡർ കൂടെ പ്ലേസ് ചെയ്തിട്ടായിരിക്കും ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് സെറ്റ് ചെയ്യുന്നത്. Okay, difference that every alternate structure course has a header placed next to the coin structure. അടുത്ത് പറയുന്ന ഫേസിംഗ് ബോണ്ടാണ്. ഫേസിംഗ് ബോണ്ട് നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, കാരണം എക്സ്പെൻസീവ് ആണ്. അതുപോലെ സ്ട്രക്ചറലി അത്ര ഓക്കെ ഒന്നുമല്ല, സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഹെഡർ കോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരുപാട് സെവറൽ സ്ട്രക്ചർ കോഴ്സസിന് ശേഷം പിന്നെ ഒരു ഹെഡർ കോഴ്സസ് വരുന്നത്. അതിപ്പോൾ എത്രയാണെന്ന് പറയുന്നില്ല, കാരണം നമ്മൾ മുന്നേ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെഡർ കോഴ്സ് കൊടുത്ത് അതിന് 3 അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സ് എന്നുള്ളൊരു ലിമിറ്റേഷൻ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല, സെവറൽ സ്ട്രക്ചർ കോഴ്സാണ്, അത് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിംഗ് ബോണ്ടിന് അത്ര സ്റ്റെബിലിറ്റി ഉള്ള ഒരു ബോണ്ടല്ല, നമ്മളത് യൂസ് ചെയ്യുന്നുമില്ല. പിന്നെ തിക്കറായിട്ടുള്ള വോൾസ് ഒക്കെ വേണമെന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ അൺഈക്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ഒക്കെ ഫേസിംഗ് ബോണ്ടിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് പറയുന്നത് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടാണ്. ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് ഇതിൻ്റെയും ഈ നെയിം ഒന്ന് നോക്കി വെച്ചേക്കുക. നെയിം എന്ന് പറയുന്നത് സിൽവർ ലോക്ക് ബോണ്ട്. ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് സിൽവർ ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. ഇതും എങ്ങനെയാണ്, സ്റ്റേബിൾ അല്ലാത്ത ഒരു ബോണ്ടാണ്, ഒട്ടും സ്ട്രോങ് അല്ല. ഹെഡേഴ്സ് നമ്മൾ ബെഡ് പോർഷനിൽ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് എഡ്ജ് പോർഷനിലും ഫോം ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ക്യാവിറ്റി ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ പറഞ്ഞ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിൽവർ ലോക്ക് ബോണ്ടും ആൻഡ് റാറ്റ് ട്രാപ്പ് ബോണ്ടാണ്. സിൽവർ ലോക്ക് അല്ലെങ്കിൽ സിൽവർ കോക്ക് ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ടെസ്റ്റിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടിൻ്റെ വേറൊരു പേരായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. സോ ഇത് ഇപ്പോൾ സിൽവർ ലോക്കാണ് ഞാൻ നോക്കുന്നെങ്കിൽ സിൽവർ ലോക്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്, സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. സോ അകത്തൊരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഈ ഒരു രീതിയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിൽവർ ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. അടുത്തിനി റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് രണ്ടും നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ട് പോലെ, സിൽവർ ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടിനെ പോലെ സിമിലറും റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത് ഫ്ലെമിഷ് ബോണ്ടിന് സിമിലറും ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യൂ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്ട്രക്ചർ, ഇത് സ്ട്രക്ചറാണ്, ഇത് ഹെഡർ എന്നുള്ള ഫോമിലാണ് വരുന്നത്, ഇത് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു രീതിയിൽ അവിടെയും എന്ത് തന്നെ കാണും, ക്യാവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് ഹെഡറാണെന്ന് ഓൾറെഡി അറിയാം, കറക്റ്റ് ലെവൽ ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ ഇത് ഹെഡറാണ്,
സ്ട്രക്ചർ. ഇത് ക്ലോസ് ചെയ്ത ഫോമിലല്ല വരുന്നത്, ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ക്ലോസ് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഫോമിൽ ഇടയ്ക്ക് ക്യാവിറ്റീസ് ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കും റാറ്റ് ട്രാപ്പ് ബോണ്ടും വരുന്നത്. അപ്പോൾ രണ്ടിലും ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റീസ് ഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാറുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്നേ സിൽവർ ലോക്ക് അല്ലെങ്കിൽ റാറ്റ് ട്രാപ്പ് ബോണ്ട്, കൂടുതൽ സിൽവർ കോക്കാണ് കൂടുതൽ ചോദിക്കാറുള്ളത് ഈ അതർ നെയിം എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ തന്നെ ശ്രദ്ധിക്കുക, 2 ടൈപ്സിലും പറയുന്നുണ്ട് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ടിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ടിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്.